മുകേഷ് അംബാനിയുടെ കോൺവോയിലെ വണ്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചു. എന്തുമാത്രം ലക്ഷറി കാറുകളാണ് ആ കൂട്ടത്തിലുള്ളത്. ഈ വണ്ടികളൊക്കെ വാങ്ങാൻ എത്രമാത്രം പൈസയായി കാണും, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ എത്രമാത്രം പണച്ചിലവ് വരും എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തായാലും വലിയ ബിസിനസ്സുകാരൊക്കെ മിക്കവരും ഇത്തരത്തിലുള്ള കാറുകൾ വാങ്ങുന്നത് അവരുടെ കമ്പനിയുടെ പേരിലായിരിക്കും. ആൻഡ് അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ടാക്സ് ബെനിഫിറ്റുകൾ തന്നെ. അതായത് നമ്മൾ നമ്മുടെ കമ്പനിയുടെ പേരിലാണ് കാർ വാങ്ങുന്നതെങ്കിൽ പിന്നെ കമ്പനി അസറ്റാണ്. ഇനി ലോൺ എടുത്താണ് കാർ വാങ്ങുന്നതെങ്കിലോ കമ്പനിയുടെ പേരിലുള്ള കാർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ പേരിൽ അടയ്ക്കുന്ന EMI ഒക്കെ ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുള്ളൂ. ഇതുകൂടാതെ ആ കാറിന്റെ ഇൻഷുറൻസിനുള്ള ചെലവ്, മെയിൻ്റെനൻസിനുള്ള ചെലവ്, ഫ്യൂവൽ എക്സ്പെൻസ് എന്നിവയൊക്കെയും ബിസിനസ് എക്സ്പെൻസ് ആയി തന്നെ കാണുകയുള്ളൂ. പിന്നെ കാർ ഒരു ഡിപ്രീസിയേറ്റിംഗ് അസറ്റ് ആണല്ലോ, അതുകൊണ്ട് ഇൻകം ടാക്സ് സെക്ഷൻ 32 അനുസരിച്ച് കാറിന്റെ വാല്യൂ 15% എല്ലാ വർഷവും കമ്പനിയുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്നും കുറയുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയുടെ പേരിലാണ് നിങ്ങളൊരു ഹൈ എൻഡ് കാർ സ്വന്തമാക്കുന്നതെങ്കിൽ വലിയ ടാക്സ് സേവിങ്സ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ അങ്ങനെ ഒരു അവസരത്തിൽ ലക്ഷറി കാർ വെറും ഒരു ലക്ഷറി മാത്രമല്ല, അതിവിദഗ്ധമായി നിങ്ങളുടെ ടാക്സ് കുറയ്ക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ തന്ത്രം കൂടിയാണ്.